ഈ പെരുന്നാൾക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി പായസമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഈ പായസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ സേമിയവും ക്യാരറ്റും വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ സേമിയത്തിൻ്റെയും രുചി ഒരുമിച്ച് വരുന്ന ഒരു പായസമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് ആദ്യം കുറച്ച് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലത്തെ ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് നല്ല പോലെ ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നൂല് പോലെ അങ്ങ് കിടന്നോളും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത്. ഒരു 2 കപ്പോളം നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു 3/4 കപ്പ് ക്യാരറ്റ് വേവിച്ചെടുക്കാനുണ്ട്. അതൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് നല്ല പോലെ വേവിച്ചെടുക്കുക. നല്ല പോലെ വെന്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെന്ത ഈ ഒരു ക്യാരറ്റ് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കി എടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് പകുതി മൂപ്പാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. അത് 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതൊന്ന് നന്നായിട്ട് ആ പച്ച രുചി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ഈ സമയത്ത് പോരാന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ക്യാരറ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ക്യാരറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ക്യാരറ്റിലേക്ക് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നല്ല പോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, പഞ്ചസാരയൊക്കെ ഇതിലേക്ക് നല്ല പോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അതും ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് മാത്രമേ പഞ്ചസാര നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 1/4 കപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് നല്ല പോലെ ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയ കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ വളരെ ചെറിയ ആ സേമിയ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വറുത്തെടുത്ത സേമിയ ആയിരുന്നു കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് എത്രത്തോളം പായസത്തിന് കുറുക്കം വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് കുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂനട്ട് റൈസിൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു യെല്ലോ കളറായിട്ടുള്ളൊരു പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെ കേട്ടോ. ഇതിൽ ക്യാരറ്റും അതുപോലെ തന്നെ സേമിയയും കൂടെ കൂടി വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെരുന്നാൾക്ക് പായസം തയ്യാറാക്കുന്നവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് അറിയിക്കുക കൂടെ വേണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.